ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടുള്ള ശ്രീ ധർമ്മശാസ്താവ് എല്ലാവർക്കും ദർശനം നടത്തും, ഒരു കുഴപ്പവുമില്ല, എന്നാൽ കൊടുക്കും. അതേവശം സോണിയാഗാന്ധി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവായിട്ടുള്ള സോണിയാഗാന്ധിയെ കാണാൻ അങ്ങനെ ഇങ്ങനെയൊന്നും എല്ലാവർക്കും ഒന്നും പറ്റില്ല, സാധ്യം. നമ്മുടെ കെ കരുണാകരന് വരെ അപ്പോയിൻമെൻറ്റ് കിട്ടാതെ വന്നിട്ടുണ്ട്. അസമിൻ്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായ ഹെമന്തോ ബിശ്വ ശർമ്മ ഒരിക്കൽ അപ്പോയിൻറ്റ്മെൻറ്റ് ചോദിച്ചിട്ട് കിട്ടിയില്ല. അതിനെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടിട്ട് അദ്ദേഹം BJPയിലേക്ക് രാഷ്ട്രീയം ചേക്കേറിയത്. അങ്ങനെയൊക്കെ ഒരു നിസ്സാരമായിട്ട് ആർക്കും കാണാൻ പറ്റുന്ന അപ്പോയിൻമെൻറ്റ് കൊടുത്തിട്ട് കാത്തു കെട്ടിക്കിടന്നാലേ അവിടെ ദർശനം സാധ്യമാവും. അങ്ങനെയുള്ള സോണിയാഗാന്ധിയുമായിട്ട് അടുത്ത് നിന്നിട്ട് കയ്യിലൊരു മഞ്ഞ ചരട് കെട്ടിക്കൊടുക്കാൻ ഭാഗ്യമുണ്ടായ ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അദ്ദേഹത്തിന് അകമ്പടി സേവിക്കാനായിട്ട് ഒരു MP ഉണ്ടായിരുന്നു, ആ 2 MPമാരുണ്ടായിരുന്നു, അതുപോലൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണനും ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സൗഭാഗ്യം ലഭിക്കുക എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സോണിയാഗാന്ധിയുടെ ദർശനം ഇവരെല്ലാം കൂടി അറേഞ്ച് ചെയ്ത് കൊടുക്കുക എന്ന് പറഞ്ഞു. മഞ്ഞച്ചാട്ട് കെട്ടിക്കൊടുത്തു. ഇത് എന്താണ് ഈ കണക്ഷൻ എന്ന് കോൺഗ്രസ്സുകാരും ഇതുവരെ നേരെ ചൊവ്വയെന്നും പറഞ്ഞിട്ടില്ല. ആൻ്റണി മിണ്ടിയിട്ടേ ഇല്ല. അടൂർ പ്രകാശ് പറഞ്ഞ് ഇങ്ങനെ ഒരുത്തനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ കൂടെ പോകില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹമല്ല കൊണ്ടുപോയതെന്നാണ് അദ്ദേഹം പറയുന്നത്. സോണിയാഗാന്ധിയെ ഒന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ എന്തിനാണ് ഇയാൾ വന്നത്, ഏത് സോഴ്സാണ് അദ്ദേഹത്തെ കൊണ്ടുവന്നത്, ഈ കാര്യങ്ങൾ ആ ഒരു ബന്ധം നമുക്കറിയാൻ കഴിയത്തില്ല. ഇത്രയും ഉന്നതമായിട്ട് പദവിയിലിരിക്കുന്ന ഒരാളിനെ, പദവിയിലല്ല ശരിക്കും ഇന്ത്യയുടെ ഒരു രാജ്ഞിയായിട്ട് തന്നെ വാഴുന്ന അവരെ കാണാൻ സാധ്യമായതിൻ്റെ സാഹചര്യങ്ങളൊന്നും അറിയുന്നതിൽ തെറ്റുണ്ടോ? കസ്റ്റഡി എടുക്കണ്ട, അറസ്റ്റ് ചെയ്യണ്ട, അല്ലല്ല, ആരെയും ചോദ്യം ചെയ്യാം. കാരണം ഇതിപ്പോൾ ഒരു വളരെ വിവാദമായ കേരളത്തിലെ ജനങ്ങളെ വല്ലാതെ വേദനിപ്പിച്ച ഭക്തരെ മാത്രമല്ല, ഒരു സിസ്റ്റത്തിലുള്ള നമ്മുടെ വിശ്വാസം നഷ്ടപ്പെടുന്നത്. കാരണം ഇത്രയും കോൺക്രീറ്റ് ഹൈക്കോടതി വരെ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനത്തിലെ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്, ദൈവവിശ്വാസം മാത്രമല്ല. അതുകൊണ്ട് ശബരിമലയിലേക്കുള്ള കേരളത്തിലെ മുഴുവൻ ആളുകളെയും വിഷമിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അത് കക്ഷി രാഷ്ട്രീയ ജാതി മതമൊന്നുമില്ല. അതുകൊണ്ട് അതിൽ പ്രധാന പങ്കാളി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ, അയാളെ കണ്ടിട്ടുള്ള എല്ലാവരുടെ ബന്ധവും പരിശോധിക്കണം എന്നൊരു അഭിപ്രായം എനിക്കുള്ളത്. അത് കറക്റ്റുമാണ്. പാൻഡു ആന്റണി ആയാലും അടൂർ പ്രകാശ് ആയാലും സോണിയാഗാന്ധി ആയാലും ആരായാലും, അതിപ്പോൾ പിണറായി വിജയൻ വരെ ആരായാലും അത് അന്വേഷിക്കണം, അതിലൊരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം ഞാൻ കാണുന്നത്, ഈ ശബരിമല കേസിലെ പ്രശ്നം യഥാർത്ഥത്തിൽ ഏറ്റവും അടിസ്ഥാന പ്രശ്നം എന്താ? ശബരിമലയിൽ വെൽ പ്രൊട്ടക്റ്റഡ് ആയി വച്ചിരുന്ന ഭഗവാന്റെ എന്ന് പറയുന്ന തിയററ്റിക്കലി ദേവസ്വത്തിന്റെ സ്വത്ത്, ആ സ്വത്ത് മോഷണം പോയി. അതാണ് ഒന്നാമത്തെ കാര്യം. അത് മോഷണം പോയത് എങ്ങനെ എന്നും എവിടേക്ക് എന്നും ആരൊക്കെ അതിന് സഹായിച്ചു എന്നും കണ്ടെത്തലാണല്ലോ കേസിന്റെ അടിസ്ഥാനം. അടിസ്ഥാനം ഇവിടെ 2-3 പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, എപ്പോഴാണ് ഈ മോഷണം നടന്നു എന്ന് ഇപ്പോൾ തെളിയുന്നത്? 2018 മുതലുള്ള കാലത്താണ് ഈ സ്വർണ്ണപ്പാളി അല്ലെങ്കിൽ ചെമ്പുപാളി എന്തോട്ടെ പാളി, ദ്വാരപാലക ശില്പം, അതുപോലെയുള്ള സംഗതികൾ പോയത് 2018 മുതലാണ്. 2018 കേരളം ഭരിക്കുന്നത് ആരാണ്? 2016 മുതൽ കേരളത്തിൽ പിണറായി വിജയന്റെ ഇടതുപക്ഷ സർക്കാരാണല്ലോ. ആ സർക്കാരിന്റെ കീഴിലാണല്ലോ ദേവസ്വം. ആ സർക്കാർ നിയോഗിച്ച ആളുകളാണല്ലോ ദേവസ്വം ബോർഡ് മെമ്പർമാർ, അതിലത്തെ എല്ലാ ആളുകളും. അപ്പോൾ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി ഇവർക്ക് തന്നെയാണ്. ഇനി സോണിയാഗാന്ധിയെ കാണാൻ പോയത്, ഞാൻ ഇതിലൊരു കാര്യം കാണുന്നുണ്ട്. എനിക്ക് ഒരുപാട് നേതാക്കന്മാരെയും തന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ അറിയാം. അതുകൊണ്ട് ഏതെങ്കിലും ഒരാൾ പോയി ഒരു പുണ്യവാനാണ് എന്ന് പറഞ്ഞാൽ, ഈ പ്രയാർ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്ന കാലത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ഒരു ആരോപണമില്ല. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എല്ലാവരും ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, ഒരു ചരട് ജപിച്ച് കിട്ടുക എന്നുള്ളത്. അല്ല, അത് ജപിച്ച് കിട്ടിയതിന് ശേഷം പിന്നെ കോൺഗ്രസ് നന്നായിട്ടില്ല, അത് വേറെ കഥ. അതിന്റെ ക്വസ്റ്റ്യൻ വേറെ. കോൺഗ്രസ് 2010, ഇതിപ്പോ എന്തായാലും എനിക്ക് തോന്നുന്നു 2016 മുമ്പ് നടന്ന സംഭവമാണ്. അതെ, എന്തായാലും പ്രയാർ ഗോപാലകൃഷ്ണൻ BJPയിലേക്ക് പോയത് ഇതിന് മുമ്പുള്ള നടന്ന സമയത്താണ്. അപ്പോൾ ആ അർത്ഥത്തിൽ രാമൻ നായരൊക്കെ BJPയിലേക്ക് പിന്നെ പോയത് അതിന് മുമ്പുള്ളൊരു ഘട്ടത്തിലാണല്ലോ പ്രയാറിന് കാണാൻ പറ്റുക. അപ്പോൾ കാച്ചാറിന് കിട്ടും. നമ്മുടെ ഏത് നേതാക്കന്മാരും ഇത്തരം ദൈവപുരുഷന്മാരെന്ന് പറയുന്ന ആളുകളുണ്ട്, തന്ത്രിമാർ, പൂജാരികൾ. ഇപ്പൊ ശബരിമല മേൽശാന്തി നാളെ ഡൽഹിയിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ അവിടുത്തെ 10 കേന്ദ്രമന്ത്രിമാരെങ്കിലും അദ്ദേഹത്തിന് കണ്ടിരിക്കും, കൈ ചരട് കിട്ടിയിരിക്കും, ഭക്തി കാണിച്ചിരിക്കും. മാത്രമല്ല സോണിയാഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രൂവ് ചെയ്യേണ്ട വേറൊരു ആവശ്യം കൂടിയുണ്ട്. കാരണം അവർ ക്രിസ്ത്യാനിയാണെന്നുള്ള വലിയ ആരോപണം മറുവശത്തുനിന്ന് വരുന്നുണ്ട്, രാഷ്ട്രീയം കൂടി ഉണ്ട്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ക്രിസ്ത്യാനിയായിട്ടല്ല, അവര് രാജീവ് ഗാന്ധിയുടെ ഭാര്യയാണ്, ഇന്ത്യയാണ് അത് പറയുന്ന. അവര് കുറിയൊക്കെ തൊടാറുണ്ടല്ലോ, ശ്രദ്ധിച്ചിട്ടുണ്ട്, അവർ കുറിയൊക്കെ തൊടാറുണ്ട്. അപ്പോൾ ഒരു പക്ഷെ അതും
ഇവരുടെ ഒരു കാര്യമാവാം. ഈ കൊണ്ടുപോയ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഒരു കാര്യമാവാം. സോണിയാഗാന്ധി ഇയാളെ വിളിച്ചോളുന്നില്ല. ഇപ്പൊ കൊണ്ടുപോയി ആന്റോ ആന്റണി ഇയാളെ കാണിച്ചു, സോണിയാഗാന്ധി ഇത് കെട്ടുന്നു. അപ്പൊ സോണിയാഗാന്ധി കോൺഗ്രസ് ഒരു ഹിന്ദു വിരുദ്ധ പാർട്ടിയല്ല, അതാണല്ലോ BJPയുടെ പ്രധാന ആരോപണം. നിൽക്കട്ടെ, അതൊക്കെ ഉണ്ടാവാം. പിന്നെ പുണ്യത്തിൽ വിശ്വസിക്കുന്നുണ്ടാവാം. സോണിയാഗാന്ധി വിശ്വാസിയാണെങ്കിൽ അല്ല, ശബരിമല അയ്യപ്പനിൽ എല്ലാവർക്കും വിശ്വസിക്കാം. അപ്പൊ ഇനി അതും ശബരിമലയിൽ നിന്ന് വന്നൊരു ദിവ്യൻ എന്ന അർത്ഥത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുചെല്ലുന്നത്. എനിക്കറിയാം, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞ് ശബരിമല മേൽശാന്തിമാരെ, ഗുരുവായൂർ മേൽശാന്തിമാരെ പൂജയ്ക്ക് വിളിക്കുന്ന കേന്ദ്രമന്ത്രിമാർ അന്നും ഇന്നും ഉണ്ട്. അത് ശരി. പൂജ അയ്യോപ്പണം. അതിനത് വളരെ ക്ലിയർ ആണ്. ഇത് ദിവ്യന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. ശബരിമല വിളിക്കുന്ന മേൽശാന്തി ആയിരിക്കുമ്പോൾ മാത്രമല്ല, മേൽശാന്തി സ്ഥാനം കഴിഞ്ഞാലും അദ്ദേഹത്തിന് ഒരു ബഹുമാന്യതയുണ്ട്. എനിക്കറിയാം, എന്റെ ബന്ധുക്കളൊക്കെ മേൽശാന്തി ആയിട്ടിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് അതൊരു ജനങ്ങൾ അയ്യപ്പനിൽ വിശ്വസിക്കുന്നത് പോലെ ഈ മേൽശാന്തിയിലും വിശ്വസിക്കുകയും ഒരു നല്ല ആളെയല്ലേ അയ്യപ്പൻ മേൽശാന്തിയായിട്ട് തെരഞ്ഞെടുക്കുള്ളൂ എന്നൊരു സംഗതി ഉണ്ടല്ലോ. അയ്യപ്പനിലെ വിശ്വാസം ആ മേൽശാന്തിയിലും നമുക്കുണ്ടാവും. മേൽശാന്തിക്ക് ഒരു ദക്ഷിണയും കൊടുക്കും. അത് അവര് പൂജ നടത്തും, ഹോമം നടത്തും, ഒക്കെ നടത്തും. ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ ഒരാൾ ഒരു നേതാവിനെ പോയി കണ്ടാൽ ഒരു തെറ്റുമില്ല. ഇപ്പൊ തങ്കു ബ്രദർ പോയി എല്ലാവരും കാണാറുണ്ട്. തങ്കു ബ്രദറിനെക്കാളും ഭേദമാണ്. അപ്പൊ ഞാൻ പറഞ്ഞു അതുപോലെയൊക്കെ ഉണ്ട്. യോഹന്നാൻ പോയാൽ കാണാറുണ്ട്. അപ്പൊ യോഹന്നാൻ പോയി നാളെ സോണിയാഗാന്ധിയുടെ അടുത്ത് നിന്ന് ഫോട്ടോ എടുത്താൽ യോഹന്നാൻ ചെല്ലുമ്പോൾ അവർ പറയും ഇവിടുത്തെ ഒരു മത വിശ്വാസിയാണ് പറയും. ഇവിടുത്തെ ബിഷപ്പുമാര് പോയിന്നാൽ ഇഷ്ടം പോലെ പടം എടുത്തിട്ടുണ്ട്. അതിനിപ്പോ മുസ്ലിം മൗലവിമാർ പോയിന്നാലും എടുക്കും. ഇപ്പോ കാന്തപുരോ അല്ലെങ്കിൽ ആരെങ്കിലും പോയിന്നാലും എടുക്കും. അതൊക്കെ ഞാൻ പറഞ്ഞത് അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. അതിന് പറ്റും വേറെ അന്വേഷിക്കാം. വേറൊരു ലിങ്ക് ഞാൻ പറയുന്നത് സിയാറെ, അതായത് നമ്മുടെ ഇറ്റലിയിലെ സോണിയാഗാന്ധിയുടെ സഹോദരിക്ക് 2 ഷോപ്പുകളുണ്ട്. അതിലൊന്നിൻ്റെ പേര് ഗണപതി എന്നാണ്. അവിടെ വിൽക്കപ്പെടുന്നത് ദക്ഷിണേന്ത്യൻ നിർമ്മിതമായിട്ടുള്ള പഞ്ചലോക വിഗ്രഹങ്ങളാണ് എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഒരു ആന്റി കണക്ഷൻ തീർച്ചയായിട്ടും അതുണ്ടോ എന്നുള്ള അല്ല, അതൊക്കെ അന്വേഷിച്ചോട്ടെ. ഞാൻ പറഞ്ഞത് ഈ സംഭവങ്ങൾ മുഴുവൻ നടക്കുന്നത് ശബരിമലയിൽ ക്രൈം നടന്നു എന്ന് പറയുന്ന കാലത്തിന് വളരെ മുമ്പാണ്. 3-4 വർഷങ്ങൾക്കെങ്കിലും മുമ്പാണ്. അന്ന് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എല്ലാവർക്കും ബഹുമാനവുമാണ്. ഇയാൾ ശബരിമല ഇപ്പൊ ജയറാമിന്റെ വീട്ടിൽ ഇദ്ദേഹം ബിംബം കൊണ്ടുവച്ച് പൂജിച്ചു എന്ന് വെച്ചപ്പോ ജയറാമിനെ നമുക്ക് കുറ്റവാളിയാക്കാൻ പറ്റുമോ? ജയറാം നടൻ, ഇവരൊക്കെ വിശ്വാസികളാണ്. മോഹൻലാലിന്റെ വീട്ടിൽ പോയിട്ടുണ്ട്. ഞാൻ മോഹൻലാൽ നീ പറഞ്ഞ എക്സാമ്പിൾ ആരുടെ വീട്ടിൽ വേണ്ടി പോയിണ്ടാവും. വലിയ സിനിമ നിർമ്മാതാക്കൾ മുഴുവൻ അസാമാന്യ ഭക്തരാണല്ലോ. അവിടെ ചരട് കിട്ടി, ഇവിടെ ചരട് കിട്ടി, തലയിലെ കാര്യത്തിൽ ചരട് കിട്ടി. കാരണം അവർ റിസ്ക്കാണ് ജീവിതം. അവരുടെ പൈസ റിസ്ക് ആണ്. രാഷ്ട്രീയം അതെ അല്ലെ, ബിസിനസ്സും രാഷ്ട്രീയം ഒക്കെ റിസ്ക് ആണ്. അതുകൊണ്ട് ആ റിസ്ക് എടുക്കുന്നവർ വിശ്വാസികളാവും. വിശ്വാസികളായി തെറ്റില്ലേ. പിന്നെ രണ്ടാമത്തെ ചോദ്യം, ഈ വിഗ്രഹം എവിടേക്ക് പോയി എന്നൊക്കെ അന്വേഷിക്കട്ടെ. സോണിയാഗാന്ധി അതിനുവേണ്ടിയാണോ ഇയാളെ കൊണ്ടുപോയത് എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാം. അതിനൊന്നും ഞാനതിന് തെറ്റൊന്നും പറയില്ല. പക്ഷെ വിഗ്രഹം എങ്ങനെ ശബരിമലയിൽ നിന്ന് പോയി എന്നുള്ളതല്ലേ ആദ്യം ആലോചിക്കും. തീർച്ചയായിട്ടും വേണം. ക്രൈം നടക്കുന്ന ആദ്യത്തെ ക്രൈം എന്താ? ശബരിമലയിൽ നിന്ന് ഈ വിഗ്രഹം എങ്ങനെ പോയി? മാനുവലിന് വിരുദ്ധമായിട്ട് എല്ലാ നിയമങ്ങളും തിരിച്ച് നമ്മൾ ആ നിയമം ഒരുപാട് ചർച്ച ചെയ്തതാണ്. ശബരിമലയിൽ എന്തുകൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ. മാത്രമല്ല 2025 പോയി അവിടുന്ന് സ്വർണ്ണപൂശ അല്ലേ, ഏത് 40 വർഷത്തെ ഗ്യാരണ്ടി കൊടുത്ത ഒരു സാധനം തിരിച്ച് അവിടേക്ക് കൊണ്ടുപോകും 5 വർഷം. അപ്പൊ അത് മാഷ് അറിഞ്ഞു കാണുമെന്ന് അറിയുന്നില്ല. പറയുന്ന ഒരു കാര്യം, അവിടെ ഉള്ളിലുള്ള ആൾക്കാർ തന്നെ ഇത് കേടാക്കിയിട്ട് അവർ തന്നെ എഴുതി കൊടുക്കുകയാണ്. ഇതിന് മെയിൻ്റനൻസ് വേണം, ഇതാ നടക്കുന്നതാണ്. തീർച്ചയായിട്ടും. അല്ല, ഇതൊരു റാക്കറ്റാണ്. നമ്മളിപ്പോൾ അതിനെ ചെല്ലരുതായിട്ടൊന്നും കാണണ്ട. റാക്കറ്റാണ്. ആ റാക്കറ്റ് ശബരിമലയിൽ ഇത്ര ശക്തമായി പ്രവർത്തിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പൊ ഭരിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ആ റെസ്പോൺസിബിലിറ്റി ഇപ്പൊ പിണറായി, അവിടെയാണ് പ്രശ്നം. കടകംപള്ളി സുരേന്ദ്രന്റെ കൂടെ പോറ്റി നിൽക്കുന്നത് പോലെ എല്ലാ സോണിയാഗാന്ധിയുടെ കൂടെ പോറ്റി നിൽക്കുന്നത് ഞാൻ കാണുന്നു, അല്ലെങ്കിൽ അടൂർ പ്രകാശിന്റെ കൂടെ. കാരണം കടകംപള്ളി സുരേന്ദ്രൻ പവറുള്ള ആളാണ്, അധികാരത്തിലിരിക്കുകയല്ലേ, ആ ഉത്തരവാദിത്തമുള്ള ആളല്ലേ. സോണിയാഗാന്ധി ഒരു മാഷിനോടൊരു സംശയം കൂടി ചോദിക്കും. കടകംപള്ളി പറയുന്നു, ഞാൻ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, എൻ്റെ അടുത്തേക്ക് ഫയലൊന്നും വരാറില്ല എന്നായിരിക്കും കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ഇപ്പോൾ SIT കണ്ടെത്തിയിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞതിൽ പല പൊരുത്തക്കേടുകളും ഉണ്ടെന്നാണ്. വീണ്ടും ചോദ്യം ചെയ്യാൻ പോവുകയാണ്. ഒരു മന്ത്രിക്ക് അങ്ങനെ ഒഴിയാൻ പറ്റുമോ മാഷെ? അല്ല, അവിടെയാണ് ചോദ്യം. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലാവുന്നത് പത്മകുമാറിന്റെ മൊഴി കുരുക്കിയിട്ടുണ്ട്. പത്മകുമാർ ഇപ്പോൾ പാർട്ടിയെ വിട്ടു. പത്മകുമാർ അയ്യപ്പനിലും പൂർണ്ണമായി ലയിച്ചു. അതാണ് അദ്ദേഹം പറഞ്ഞു, ഇനി എല്ലാ അയ്യപ്പൻ നോക്കിക്കോളുന്നു, പാർട്ടി നോക്കിക്കോളുന്നു അല്ല പറഞ്ഞു. ഗോവിന്ദമാഷ് നോക്കിക്കോളുന്നു, പിണറായി വിജയൻ നോക്കിക്കോളുന്നു അല്ല പറഞ്ഞു. ഇനിയൊക്കെ അയ്യപ്പൻ നോക്കിക്കോളുന്നു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പാർട്ടി കൈവിട്ട പോലെയാണ്. മറ്റേ നടപടി എടുക്കാത്ത വേറെ പല കാരണമുണ്ട്. അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ചാൽ പത്മകുമാറിന്റെ മൊഴി കൃത്യമായും ഇത് ഞാൻ ദേവസ്വം ബോർഡിനെ അല്ലെങ്കിൽ സർക്കാരിനെ കാണിച്ചിരുന്നു. സർക്കാരിന് ഇതിൽ താല്പര്യമുണ്ട്. അതാ ഞാൻ പറഞ്ഞേ, ഭരിക്കുമ്പോൾ മന്ത്രിയായിരിക്കുന്ന ഒരാളുടെ കൂടെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായി എങ്കിൽ അതിനർത്ഥം
അയാൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഇപ്പൊ 25 കൊല്ലം മുമ്പ് കടകംപള്ളിയുടെ കൂടെ പോയിട്ട് നിന്നാൽ എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ അയാൾ മന്ത്രിയാവുന്നു, ഞാൻ ആ സ്ഥാനത്തിരിക്കുന്നു, ഞാൻ അതിന് ഈ പത്മകുമാറിന്റെ മൊഴിയും കൂടി ചേർത്ത് വയ്ക്കുന്നു. അപ്പോഴാണ് ഇത് SITക്ക് സംശയം വന്നിട്ടുണ്ടാവാൻ സാധ്യത. ഞാൻ അങ്ങനെയാ കാണുന്നത്. ഞാൻ എല്ലാം പറഞ്ഞിരുന്നു. മാത്രമല്ല വിജയകുമാറിന്റെ മൊഴി പറഞ്ഞു, സഖാവ് പറഞ്ഞിട്ട് ഞാൻ ഒപ്പിട്ടു. ഏതാ സഖാവ്? സഖാവിന് വേണ്ടിയാണോ അദ്ദേഹം ദേവസ്വം ബോർഡ് മെമ്പർ ആയത്? അതെ, പാർട്ടിയാണോ? അല്ല, ആയിക്കോട്ടെ, ഞാൻ പാർട്ടി രണ്ടു ചോദ്യമുണ്ട്. പക്ഷേ സഖാവ് പറഞ്ഞു ഞാൻ ഒപ്പിട്ടു. ഈ സഖാവ് ആരെ? പത്മകുമാറാണോ? കടകംപള്ളി സുരേന്ദ്രനാണോ? ഇനി അതിന് മീതെയുള്ള ദൈവതുല്യനായ ആരെങ്കിലും ആണോ? ഈ ചോദ്യം വരില്ലേ? പത്മകുമാർ പറഞ്ഞിട്ട് ദൈവതുല്യനായ ഒരാളാണ് പറഞ്ഞിട്ടാണ് ഞാനിത് മുഴുവൻ ചെയ്തത്. അങ്ങനെ വരുമ്പോൾ ഞാനീ പറയുന്നത് ഇതിനെ ഇപ്പോ കോൺഗ്രസിലേക്ക് കൊണ്ടുപോകുന്നതിന് തെറ്റൊന്നുമില്ല. പക്ഷെ അതിനേക്കാളൊക്കെ പ്രധാനമാവുന്നത് ക്രൈം ആരുടെ കാലത്ത് നടന്നു, അതിനാരൊക്കെ കൂട്ടുനിന്നു. ഇപ്പൊ കടകംപള്ളി നാളെ കടകംപള്ളിയെ പോലീസ് SIT അറസ്റ്റ് ചെയ്യേണ്ടി വന്നാൽ പരമാവധി SIT പിടിച്ചു നോക്കുന്നുണ്ടെന്ന് ഇല്ലാതിരിക്കാൻ, രഹസ്യമാക്കി വെക്കാനൊക്കെ നോക്കിയല്ലോ. ബാക്കി ഇവിടെ ആരെ വിളിക്കുകയാണെങ്കിലും ക്യാമറ മുഴുവൻ പോകാറുണ്ടല്ലോ. സുബ്രഹ്മണ്യ പോറ്റിയുടെ വീട്ടിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, മുഴുവൻ അവിടുന്ന് മുതൽ ഇങ്ങോട്ട് എല്ലാവരുടെ വീട്ടിലും മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോഴും എന്തിന് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തപ്പോഴും ചോദ്യം ചെയ്തപ്പോഴും ഒക്കെ ക്യാമറ ഉണ്ടായിരുന്നു, ഫോക്കസ് ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് കടകംപള്ളിക്ക് ഇല്ലാതിരുന്നേ? എന്തുകൊണ്ടാണ് പ്രശാന്തിന് ഇല്ലാതിരുന്നേ? ഇതൊരു പ്രധാന ചോദ്യമാണ്. തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് രഹസ്യമായിട്ട് വെച്ചെന്നുള്ളത്. അപ്പൊ അതിൽ ഈ SITയുടെ മേൽ സമ്മർദ്ദമുണ്ട് എന്നൊക്കെ പ്രതിപക്ഷ ആരോപണമൊക്കെ നമുക്ക് പറയാം, ആയിക്കോട്ടെ. പക്ഷേ പ്രധാനം കടകംപള്ളി നാളെ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ ഹൈക്കോടതിയുടെ മുമ്പിൽ ചെല്ലുകയാണ് കുറ്റത്തിന്റെ റിപ്പോർട്ട്, അന്വേഷണ റിപ്പോർട്ട് ചെല്ലുമ്പോൾ എന്തേ നിങ്ങൾ ഇയാളെ അറസ്റ്റ് ചെയ്യാഞ്ഞ് എന്ന് ഹൈക്കോടതിക്ക് ചോദിക്കേണ്ടി വന്നാൽ അതുകൊണ്ട് ഇവര് അതിനു മുമ്പ് അറസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു പരുവുണ്ടെങ്കിൽ അങ്ങനെ അറസ്റ്റ് ചെയ്താൽ നേരത്തെ തന്നെ ചോദിച്ചു. അങ്ങനെ ചെയ്താൽ പാർട്ടിക്കോ ഗവൺമെന്റിനോ ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. തീർച്ചയായിട്ടും ക്യാബിനറ്റ് മിനിസ്റ്ററായി. അതെ, ക്യാബിനറ്റിൽ എന്ന് പറഞ്ഞാൽ അതിന്റെ തിയറി രാജേന്ദ്രന് പറയാം, അത് കൂട്ടുത്തരവാദിത്തത്തിന്റെയാണ്. അതെ, ഒരു മന്ത്രിക്ക് മാത്രമായിട്ട് ക്യാബിനറ്റിൽ തെറ്റില്ല. അല്ലെങ്കിൽ ആ മന്ത്രി മാത്രമായിട്ട് തീരുമാനമെടുത്താൽ CM-ലേക്ക് വരെ പോകും. ക്യാബിനറ്റ് മൊത്തം, ക്യാബിനറ്റ് ഇപ്പൊ ബോർഡിന് ഒരാൾക്ക് മാത്രമായിട്ട് ഉത്തരവാദിത്തമില്ല എന്ന് ഹൈക്കോടതി പറഞ്ഞു. തീർച്ചയായിട്ടും. അപ്പോ ക്യാബിനറ്റിന് അതിനേക്കാൾ കൂടുതലുണ്ടല്ലോ കൂട്ടുത്തരവാദിത്തം. അപ്പൊ കൂട്ടുത്തരവാദിത്തം വരാം. 2, പാർട്ടിക്ക് ഉത്തരവാദിത്തം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം കടകംപള്ളി സുരേന്ദ്രനെ പോലെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും മന്ത്രിയുമായ ഒരാൾ ഒരു തീരുമാനമെടുത്തെങ്കിൽ പാർട്ടിക്ക് അതിൽ ഉത്തരവാദിത്തം എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ വരുമ്പോൾ ഇത് കൊടുക്കാവും. അതിന് പരിഹാരം കാണാനാണോ അടൂർ പ്രകാശിന്റെയും ആന്റണിയുടെയും പിന്നാലെ പോണെന്നുള്ള പോലും ഞാൻ സംശയിക്കുന്നുണ്ട്. ഒരു കോമ്പൻസേഷൻ, കോൺഗ്രസ്സുകാരും പ്രതിയാണ്, ഞങ്ങളും പ്രതിയാണ് എന്ന് പറയാനാണോ? യഥാർത്ഥത്തിൽ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഇവരെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ, ഇപ്പൊ ഇവരുടെ മേലെ ചോദ്യം ചെയ്യാൻ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്നാണ് നമ്മൾ മനസ്സിലായത്. പ്രകാശ് എന്ന് പറയുന്നത് എനിക്ക് ഇതുവരെ കത്ത് കിട്ടിയിട്ടില്ല. ഓക്കെ, മാഷ് പറയുന്നു. അപ്പൊ ആ വഴിക്കല്ല പോകേണ്ട, ഈ വഴിക്ക് കടകംപള്ളി മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വം ആ തലങ്ങളിലാണ് ഇത് ശരിയായിട്ട് ആദ്യ അന്വേഷണം അത് പോകണം. എങ്ങനെ ഇവിടുന്ന് പോയി ഇത് കൊണ്ടുപോകാൻ ആര് സഹായിച്ചു? ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സോണിയാഗാന്ധി, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറ്റലിയിലേക്ക് പോകുന്നത്. സോണിയാഗാന്ധിയുടെ ഇറ്റാലിയൻ ഷോപ്പിൽ ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയി പഞ്ചലോക വിഗ്രഹം ഉണ്ടെങ്കിൽ സോണിയാഗാന്ധിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. തീർച്ചയായും സോണിയാഗാന്ധി പറഞ്ഞിട്ടാണ് കൊണ്ടുപോയെങ്കിൽ. സോണിയാഗാന്ധിയുടെ അനിയത്തിക്ക് ഇന്ത്യയിൽ വേറെ പല ലിങ്കും ഉണ്ടാവും. പക്ഷെ ആദ്യം ഇത് തെളിയണം. ഇതിനകത്ത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ആരാണ് കൊണ്ടുപോയത്, എങ്ങനെ കൊണ്ടുപോയി, ആര് സഹായിച്ചു, അതല്ലേ പ്രധാനം. അതെ, അപ്പൊ അതിന്റെ സോഴ്സ് മുതൽ തുടങ്ങണം. എവിടെ നിന്ന് പോയി എന്നിടം തൊട്ട് അത് മോഷണം, എന്നിട്ട് അതിന്റെ റൂട്ട് വളരെ കറക്റ്റ് ആയിട്ട് വളരെ ക്ലാരിറ്റിയോട് കൂടി അങ്ങനെ ആയാൽ മാത്രമേ കേസിന്റെ അന്തിമമായി നമ്മുടെ ഒരു അത് യുക്തിഭദ്രമായിട്ടും വ്യക്തമായിട്ടും ക്ലാരിറ്റിയോട് കൂടി അങ്ങ് ആ കാര്യങ്ങൾ പറഞ്ഞു. അതാണ് അതിന്റെ റൂട്ട് ഉണ്ടാവേണ്ടത്. പക്ഷേ ആകെ ആശയക്കുഴപ്പത്തിലാണ് SIT. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് പോലും വിരോധമുണ്ടാക്കുന്ന വിധം, അവർക്ക് ദേഷ്യം വരുന്ന വിധം, അവരുടെ സഹനശക്തിക്ക് എല്ലാം തിരശ്ശീലയിട്ടുകൊണ്ട് അവർ ദേഷ്യപ്പെട്ട് നിരീക്ഷണം നടത്തുന്ന വിധം വളരെ അവ്യക്തമായിട്ടും ആശയക്കുഴപ്പത്തോടു കൂടിയുമാണ് SIT ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റൂട്ട്. പല വഴിക്ക് പോകുന്നു, അങ്ങനെ ഫോക്കസ് ഇല്ലാതെ പോകുന്ന ഒരു സന്ദർഭത്തിൽ നിന്ന് അങ്ങ് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ ഒരു ആശയക്കുഴപ്പം കേരളീയരെയും ബാധിച്ചിട്ട് അതിന് വളരെ വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റിയും വ്യക്തതയും അത് യുക്തിഭദ്രതയും നൽകുന്നതാണ് അങ്ങ് പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.